ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത്. ചുമമരുന്നുകളുടെ ഉപയോഗത്തിൽ കേരളം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. ഇതിനായി 3 അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇന്ന് ചേർന്ന യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കേരളം ഈ ചുമമരുന്നുകളുടെ ഉപയോഗത്തിൽ സ്വീകരിക്കാൻ പോകുന്ന മുൻകരുതൽ നടപടികൾ? ഈ ചുമമരുന്ന് കഴിച്ച് ഉത്തരേന്ത്യയിൽ കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ സംസ്ഥാനത്തും ജാഗ്രത പുലർത്തുകയാണ്. അതിൽ കേരളത്തിലെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്പം മുമ്പാണ് ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം ചേർന്നത്. ആരോഗ്യമന്ത്രിയും അതുപോലെ DHS-ഉം DME-യും അതുപോലെ ഡ്രഗ്സ് കൺട്രോളർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട തീരുമാനം പുറത്തു വരുന്നത് ഈ ചുമമരുന്നുകൾ, സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് നൽകരുത് എന്നുള്ളതാണ്. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകാൻ പാടില്ല. ഇത് സംബന്ധിച്ചും ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കാനാണ് തീരുമാനം. കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് കുറിച്ചു നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ലെന്നും ഇന്ന് ആരോഗ്യവകുപ്പിന്റെ ഈ യോഗത്തിൽ നിർദ്ദേശമായി ഉയർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വകുപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നടന്ന പരിശോധനയിൽ ഈ പ്രശ്നം ഉള്ള കോൾഡ്രിപ്പ് സിറപ്പിന്റെ SR-13 ബാച്ചിൽ പെട്ട മരുന്നുകൾ കേരളത്തിലെ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ കോൾഡ്രിപ്പ് സിറപ്പിന്റെ 6001 ബാച്ച് കേരളത്തിൽ പലയിടങ്ങളിലും ആ ബാച്ചിന്റെ ചില സാമ്പിളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 52 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ തമിഴ്നാട്, ഒറീസ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ SR-13 ബാച്ച് മരുന്നുകൾ വിതരണം ചെയ്തതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാജസ്ഥാനിലെ മറ്റൊരു കമ്പനിയുടെ കഫ് സിറപ്പിൽ ഈ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാണെങ്കിൽ ഈ ബാച്ചുകളുടെ മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്ന് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം ഇന്ന് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് ഈ കോൾഡ്രിപ്പ് മരുന്നിന്റെ വിതരണം നടത്തുന്നത്. ഈ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് അത് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായത്. വിശദാംശങ്ങളാണ് അലക്സ് മുഹമ്മദ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.